വില്യം ഷേക്സ്പിയറുടെ ഏറ്റവും പ്രശസ്തമായ കോമഡിയായ എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിന്റെ അതിമനോഹരവും എന്നാൽ അല്പം കുഴപ്പങ്ങൾ നിറഞ്ഞതുമായ ലോകത്തേക്ക് നമുക്കൊന്ന് പോയാലോ? അതെ, മാന്ത്രികതയും പ്രണയവും നിറഞ്ഞ ഈ ക്ലാസിക് സൃഷ്ടിയുടെ ഉള്ളറകളിലേക്ക് വളരെ വ്യക്തമായ ദൃശ്യങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഷേക്സ്പിയറുടെ കാലത്തെ ആ പഴയ സങ്കീർണമായ ഇംഗ്ലീഷ് ഭാഷയൊക്കെ തൽക്കാലം നമുക്കൊന്ന് മാറ്റി നിർത്താം. പകരം ഈ മാസ്റ്റർ പീസ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വഴി ഇങ്ങനെയാണ്. ആദ്യം ഏതൻസിലെ പ്രണയനിയമങ്ങൾ, പിന്നെ മെക്കാനിക്കലുകളുടെ നാടകം, ഫെയറി ലോകത്തെ മാന്ത്രികത, കാട്ടിലെ പ്രശ്നങ്ങൾ, അതിനുശേഷമുള്ള പരിഹാരവും വിവാഹങ്ങളും, ഒടുവിൽ പിരമസും തിസ്ബിയും സ്വപ്നങ്ങളും. തികച്ചും വ്യത്യസ്തമായ 3 ലോകങ്ങൾ കൂട്ടിമുട്ടുന്നത് നാം കാണാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാം ഭാഗം, ഏഥൻസിലെ പ്രണയനിയമങ്ങൾ. വളരെ കർശനമായ വ്യവസ്ഥകളുള്ള ഒരു നഗരം. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഹെർമിയ എന്നൊരു പെൺകുട്ടി. അവളുടെ മുന്നിൽ അച്ഛനും ഡ്യൂക്കും ചേർന്ന് ചില കടുത്ത തീരുമാനങ്ങൾ വയ്ക്കുകയാണ്. ഒന്നുകിൽ അച്ഛൻ പറയുന്ന ഡിമിട്രിയസിനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയാവുക, അതുമല്ലെങ്കിൽ മരണം വരിക്കുക. എന്തൊരവസ്ഥയാണല്ലേ! ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലിസാൻഡർ പറയുന്നൊരു ഡയലോഗുണ്ട്: യഥാർത്ഥ പ്രണയത്തിന്റെ വഴി ഒരിക്കലും സുഗമമായിരുന്നില്ല. ഈയൊരൊറ്റ കാരണമാണ് അവരെ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ഈ മാന്ത്രികതയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള പ്രണയം എത്രത്തോളം സങ്കീർണമാണെന്ന് നോക്കൂ. ഹെർമിയ ലിസാൻഡറിനെ സ്നേഹിക്കുന്നു, ഡിമീട്രിയസ് ഹെർമിയയെ സ്നേഹിക്കുന്നു. എന്നാൽ ഹെലീനയ്ക്കോ ഡിമീട്രിയസിനോട് കടുത്ത പ്രണയമാണ്. പക്ഷെ അവളെ ആരും തിരികെ സ്നേഹിക്കുന്നില്ല. ഹെലീനയുടെ വേദന നിറഞ്ഞ ഈ ഏകപക്ഷീയ പ്രണയമാണ് യഥാർത്ഥത്തിൽ കഥയെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. രണ്ടാം ഭാഗം, മെക്കാനിക്കലുകളുടെ നാടകം. കഥയിലെ ഏറ്റവും രസകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് നമുക്ക് പോകാം. ഇവരെ മെക്കാനിക്കലുകൾ എന്നാണ് വിളിക്കുന്നത്. പീറ്റർ ക്വിൻസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം സാധാരണക്കാരായ തൊഴിലാളികൾ. ഡ്യൂക്കിന്റെ വരാനിരിക്കുന്ന വിവാഹത്തിന് അവതരിപ്പിക്കാൻ വേണ്ടി പിരമസും തിസ്ബയും എന്ന നാടകം അവർ റിഹേഴ്സൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. നഗരത്തിലെ ബഹളങ്ങൾ ഒഴിവാക്കാൻ അവരും അതേ ഇരുണ്ട കാട്ടിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് രസകരം. ഇതിൽ നിക് ബോട്ടം എന്നൊരു നെയ്ത്തുകാരനുണ്ട്. നാടകത്തിലെ എല്ലാ വേഷങ്ങളും തനിക്ക് തന്നെ ചെയ്യണം എന്നാണ് കക്ഷിയുടെ ആഗ്രഹം. മൂന്നാം ഭാഗം, ഫേറി ലോകത്തെ മാന്ത്രികത. അതെ, മാന്ത്രികതയുടെ ലോകം. കാടിന്റെ യഥാർത്ഥ ഭരണാധികാരികളായ ഫേറികളെയാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. പക്ഷെ പ്രശ്നമെന്താണെന്നാൽ അവരിപ്പോ വലിയൊരു കുടുംബ വഴക്കിന്റെ നടുവിലാണ്. ഒബറോൺ രാജാവും ടൈറ്റാനിയ റാണിയും തമ്മിലുള്ള വഴക്ക് വളരെ രൂക്ഷമാണ്. മോഷ്ടിക്കപ്പെട്ട ഒരു ഇന്ത്യൻ കുട്ടിയെ ചൊല്ലിയാണ് ഈ തർക്കം. അതെത്രത്തോളം വലുതാണെന്നോ, പ്രകൃതിയിലെ വലിയ നാശങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും വരെ അത് കാരണമാകുന്നു. അവരുടെ ആ ലോകത്തെ അസ്വസ്ഥതകൾ മനുഷ്യലോകത്തെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ടൈറ്റാനിയയോട് പ്രതികാരം ചെയ്യാൻ ഒബറോൺ തന്റെ മാന്ത്രിക ആയുധം പുറത്തെടുക്കുന്നു. ലവ് വിൻ ഐഡൽനെസ് എന്നൊരു മാന്ത്രിക പുഷ്പം. പ്രണയത്താൽ മുറിവേറ്റ പേർപ്പിൾ നിറമുള്ള ഇതിന്റെ ഒറ്റത്തുള്ളി നീര് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ കണ്ണിൽ വീഴ്ത്തിയാൽ എന്ത് സംഭവിക്കുമെന്നോ? അവർ ഉണരുമ്പോൾ ആദ്യം കാണുന്ന ജീവിയോട് അവർക്ക് കടുത്ത പ്രണയം തോന്നും. ഈ പൂവ് കൊണ്ടുവരാൻ ഒബറോൺ തന്റെ വികൃതിയായ സഹായി പക്കിനെ പറഞ്ഞയക്കുകയാണ്. നാലാം ഭാഗം, കാട്ടിലെ പ്രശ്നങ്ങൾ. ഇവിടെയാണ് നമ്മുടെ കഥയുടെ ഗിയർ മാറുന്നത്. ചിട്ടകളുള്ള ഏഥൻസിൽ നിന്ന് അപ്രവചനീയമായ കാട്ടിലെ കുഴപ്പങ്ങളിലേക്ക് നാം വീഴുകയാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. പക്ക് വരുത്തുന്ന അബദ്ധങ്ങൾ ഒരു വലിയ ഡോമിനോ എഫക്റ്റാണുണ്ടാക്കുന്നത്. അവൻ ഡിമിട്രിയസിന് പകരം അബദ്ധത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ലിസാൻഡറിന്റെ കണ്ണില് മാന്ത്രിക നീരൊഴിക്കുന്നു. പോരാത്തതിന് നാടകം പരിശീലിക്കാൻ വന്ന ബോട്ടത്തിന്റെ തല ഒരു കഴുതയുടെ തലയാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം റാണി ടൈറ്റാനിയയുടെ കണ്ണിലും മരുന്ന് വീഴ്ത്തുന്നു. ഉണർന്നെഴുന്നേൽക്കുന്ന റാണി ആദ്യം കാണുന്നത് കഴുതത്തലയുള്ള ആ മോശം നടനെയാണ്. പിന്നെ പറയണോ, അവൾക്ക് അവനോട് കടുത്ത പ്രണയം തോന്നുന്നു. കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയി. മാന്ത്രിക മരുന്ന് കാരണം പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി കാട്ടിലെ ചെളിയിൽ കിടന്ന് പരസ്പരം പോരടിക്കുന്ന ആ 4 യുവ കമിതാക്കളെ നോക്കി പക്ക് പറയുന്ന ഒരു വരിയുണ്ട്: ദൈവമേ, ഈ മനുഷ്യരെന്തു വിഡ്ഢികളാണ്! ആ ഒരൊറ്റ ഡയലോഗിൽ ഈ കുഴപ്പങ്ങളോടുള്ള പക്കിന്റെ മനോഭാവം വ്യക്തമാണ്. അഞ്ചാം ഭാഗം, പരിഹാരവും വിവാഹങ്ങളും. ഇനി എങ്ങനെയൊക്കെ കാര്യങ്ങൾ പഴയപടിയാകുമെന്ന് നോക്കാം. തളർന്നുറങ്ങുന്ന കമിതാക്കൾ ചെളിയിൽ വീണുറങ്ങുമ്പോൾ പ്രഭാതമാകുന്നതിനു മുമ്പ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒബറോൺ ഇടപെടുകയാണ്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ലിസാൻഡറിന്റെയും
ടൈറ്റാനിയയുടെയും മാന്ത്രികത മാറ്റിയെങ്കിലും ഡിമിട്രിയസിന്റെ ഹെലീനയോടുള്ള പ്രണയം യഥാർത്ഥമല്ല. അതൊരു മാന്ത്രിക മരുന്നിന്റെ സ്ഥിരമായ ഫലമാണ്. പൂർണ്ണമായും കൃത്രിമമായ ഒരു പ്രണയത്തിലൂടെയാണ് ഡിമിട്രിയസ് ഹെലീനയെ സ്വന്തമാക്കുന്നത്. ചിന്തിക്കുമ്പോൾ തികച്ചും വിചിത്രമല്ലേ അത്? അങ്ങനെ അതിരാവിലെ കാട്ടില് വേട്ടയാടാൻ വരുന്ന ഡ്യൂക്ക് തീസിയസ് ഇവരെ എല്ലാവരെയും കണ്ടെത്തുകയാണ്. അവിടുത്തെ പഴയ കർശന നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സമാധാനം പുനഃസ്ഥാപിച്ചതിന്റെ ആഘോഷമായി ഏഥൻസിൽ വെച്ച് 3 വലിയ വിവാഹങ്ങൾ ഒന്നിച്ചു നടക്കുന്നു. അവസാന ഭാഗം പിരമസ്, തിസ്ബി, പിന്നെ സ്വപ്നങ്ങളും. കഥ വീണ്ടും ഏഥൻസിലെ പഴയ കർശനമായ ലോകത്ത് തന്നെ അവസാനിക്കുന്നു. എന്നാൽ കാട്ടിലെ ആ മാന്ത്രികത അവരോടൊപ്പം നഗരത്തിലേക്കും വന്നിട്ടുണ്ട്. ഈ വിവാഹ സൽക്കാരത്തിലാണ് മെക്കാനിക്കുകൾ തങ്ങളുടെ നാടകം അവതരിപ്പിക്കുന്നത്. അത് തികച്ചും അബദ്ധങ്ങൾ നിറഞ്ഞ വലിയൊരു ദുരന്തമായിരുന്നുവെന്ന് തന്നെ പറയാം. നടന്മാർ ഇടയ്ക്ക് കഥാപാത്രങ്ങളെ മറന്ന പ്രേക്ഷകരോട് സംസാരിക്കുന്നു. നാടകത്തിലെ സിംഹമാകട്ടെ സ്ത്രീകൾ ഭയപ്പെടാതിരിക്കാൻ സ്വന്തം പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. മൊത്തത്തിലൊരു ദുരന്തമായി മാറി ഈ പ്രകടനം വലിയൊരു ചിരിപ്പൂരമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അവസാനം പക്കിന്റെ പ്രശസ്തമായ ആ ചോദ്യത്തോടെ ഞാൻ നിങ്ങളെ വിടുകയാണ്. നാം ഇതുവരെ കണ്ട ഈ കഥയും ഈ മാന്ത്രിക ലോകവുമെല്ലാം പൂർണ്ണമായും ഒരു വേനൽക്കാല രാത്രിയിലെ വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ വിചിത്രമായ അനുഭവം തീർച്ചയായും പ്രണയത്തെയും മാന്ത്രികതയെയും കുറിച്ചുള്ള ചില പുതിയ ചിന്തകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.